ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ദേവുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കിയാലോ. ഞാനാണെങ്കിൽ രാവിലെ തന്നെ മസാല ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള മസാല ഞാൻ ആദ്യമേ അങ്ങ് റെഡിയാക്കി. ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ സാമ്പാറാണ് ഉണ്ടാക്കിയത്. സാമ്പാറിന് കഷ്ണങ്ങളെല്ലാം ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇച്ചിരി ഒന്ന് കടുകാച്ചി അതിന് കുറച്ചങ്ങ് മസാലയ്ക്കകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വെണ്ടയ്ക്കയും തക്കാളിയും വഴറ്റിയെടുക്കണം. ഞാനിങ്ങനെയാണ് സാമ്പാർ വെക്കുന്നത്. വെണ്ടയ്ക്കയും തക്കാളിയും കടുകാച്ചി വഴറ്റി അതിനകത്തോട്ട് പൊടികളൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെന്ന് വെച്ചാൽ തീ അങ്ങ് അണച്ച് ഇത് വഴണ്ട് വരുമ്പം തീ അങ്ങ് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ മസാലപ്പൊടികളെല്ലാം ഇടുന്നത്. മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെന്താ സാമ്പാർ പൗഡർ. ഇത് ഇത്രയും ജസ്റ്റ് ഒന്ന് ചൂടാക്കി തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഇച്ചിരി വെള്ളം ഒഴിച്ച് അതൊന്ന് കഴുകിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ആവശ്യത്തിന് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ദോശയുടെ സാമ്പാറായത് കാരണേ പുളി നമ്മൾ കുറച്ച് മാത്രമേ ചേർക്കത്തുള്ളൂ കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോയില്ലേ. ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും ചെയ്യാൻ മറന്നുപോകരുത് കേട്ടോ. അപ്പോഴേ ഇനി നമുക്ക് ദോശ ഇട്ടെടുക്കാം. മസാല ദോശയാകുമ്പോഴേ നന്നായിട്ട് കനം കുറച്ച് നന്നായിട്ട് പരത്തി വേണം ചുടാനേ. ഇനി ആവശ്യത്തിന് നെയ്യും കൂടെ നമുക്ക് തൂക്കി കൊടുക്കാം. തിരിച്ചിടണമെന്ന് നിർബന്ധമില്ല, പക്ഷേ മോൾക്ക് തിരിച്ചിടുന്നതാണ് ഇഷ്ടം. അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് എങ്ങ് മറിച്ചിടുകയാണ് ചെയ്തത്. ഇനി മസാലയും കൂടെ ചേർത്ത് നമുക്കതൊന്ന് മടക്കിയെടുക്കാം. ഞാൻ 2 ദോശയാണ് ചുട്ടെടുത്തത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പാക്ക് ചെയ്യാം. ഞാൻ 2 ദോശ പാത്രത്തിനകത്തോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ചട്നി ഉണ്ടാക്കാൻ സമയം കിട്ടിയിരുന്നില്ല, അത് കാരണം ഞാൻ ചട്നി ഉണ്ടാക്കിയില്ല. സാമ്പാറും കൂട്ടി നമുക്ക് കൊടുത്തിടാം. പിന്നെ ഒരു കുപ്പി വെള്ളവും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടാണ് സാമ്പാർ, ആറാനൊന്നും സമയമില്ല, അത് കാരണം ഞാൻ ചൂടോടെ തന്നെ അങ്ങ് പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.